ഹായ് ഗായ്സ്, ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിൽ ഉണ്ടായിരുന്ന സംഭവമാണ്. അതായത് ലൈവിൽ ജിസയിലും അനുമോളും തമ്മിലുള്ള അടിയൊക്കെ കഴിഞ്ഞു. അനുമോൾ ഭയങ്കരമായിട്ട് കരച്ചിലുമായിട്ട് അലറി വിളിച്ച് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ അപ്പാനി ശരത്ത് തൻ്റെ ആയുധം എടുത്തിട്ടു. അപ്പാനി ശരത്ത് പറഞ്ഞു, അനുമോളെ പുറത്താക്കണം, അനുമോള് ഇനി ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ അർഹതപ്പെട്ട ആളല്ല, അനുമോൾ ഫിസിക്കൽ അസാൾട്ട് ചെയ്തു, അനുമോൾ ജിസയിലെ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനി അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ അപ്പാനീനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ശാരികയും റന ഫാത്തിമയും അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അതായത് അനുമോളെ പുറത്താക്കാൻ തയ്യാറായിട്ട്, അനുമോളെ പുറത്താക്കണമെന്നുള്ള ഒരു ഡിസിഷനിൽ അപ്പാനിക്ക് സപ്പോർട്ടുമായിട്ട് കുറേ പേര് അവിടെ ഉണ്ട്. റന ഫാത്തിമയൊക്കെ അതിൽ ഉൾപ്പെടുന്ന ആളാണ്. ശാരിക അങ്ങനെ 2-3 പേര് പറഞ്ഞു അപ്പാനീനെ സപ്പോർട്ട് ചെയ്തു, അതായത് അനുമോളെ പുറത്താക്കണമെന്ന്. കാരണം ഈ അപ്പാനിയും അനുമോളും ആദ്യം അടയും ഈച്ചയും പോലെയൊക്കെ ആയിരുന്നു. പക്ഷേ പെട്ടെന്ന് ഈ സംഭവം വന്നപ്പോഴേക്കും അപ്പാനി ശരത്ത് തിരിഞ്ഞു. അപ്പം ബിഗ് ബോസ് ഹൗസിൽ ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല. അവിടെ കാര്യത്തോടടുക്കുമ്പം എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേഴ്സണലാണ്. അവിടെ ഒരു ഗ്രൂപ്പ് കളിയില്ല. ആ സമയത്ത് ആർക്ക് എതിരെ വേണമെങ്കിലും തിരിയാം. അതിന് ഉള്ള ബെസ്റ്റ് ഉദാഹരണമാണ് ഇന്നത്തെ ഇൻസിഡൻറ്റ്. അപ്പാനി ശരത്ത് അനുമോള് പുറത്താക്കണമെന്ന് പറയുമെന്ന് ആരും വിചാരിച്ചില്ല. കാരണം അവർ ഒരുമിച്ചാണ് ജയിലിൽ പോയത്, ഒരുമിച്ച് നല്ല കൂട്ടായിരുന്നു. പക്ഷേ കൂട്ടൊക്കെ അതൊക്കെ ചുമ്മാ നമ്മളെ കാണിക്കാനാണ്. പക്ഷേ കാര്യത്തോടെടുക്കുമ്പം അത് പ്രയോഗിക്കേണ്ടടുത്ത് ഓരോരുത്തർ പ്രയോഗിക്കും. അതാണ് ബിഗ് ബോസ് ഹൗസ്, അതാണ് ബിഗ് ബോസ്. അങ്ങനെയാണ് കളിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്ന് ഇനി ലാലേട്ടൻ നാളെ വന്നിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ അതുവരെയ്ക്കും ടാറ്റാ ബൈ.